Hello students. So കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിന്യൂഷൻ ഇത് കാണാം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഫ് R is a commutative ring with unity, then what kind of ideals n not equal to R, we have that R by n, the factor ring R by n is actually an field. ഓക്കെ, എപ്പോഴാണ് ഏത് ടൈപ്പ് ഓഫ് ഐഡിയൽസിനാണ് ആർ ബൈ എം ഒരു ഫീൽഡ് ആവുക എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു യൂഷ്വൽ ഒരു ക്വസ്റ്റ്യൻ വിച്ച് ക്യാൻ കം അപ്പ് ഇസ് ദിസ് വൺ. അതായത് സെയിം, അതായത് ആർ ഒരു കമ്മ്യൂട്ടേറ്റഡ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ വാട്ട് ആർ ദ കൈൻഡ് ഓഫ് ഐഡിയൽസ് എൻ നോട്ട് ഈക്വൽ ടു ആർ ഫോർ വിച്ച് ആർ ബൈ എൻ ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആയിരിക്കും. ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആർ എൻ ബൈ എൻ ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആവണമെങ്കിൽ എന്തായിരിക്കും ആ ടൈപ്പ് ഓഫ് ഐഡിയൽസ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിൻ്റെ ഡിസ്കഷനിലാണ് നമുക്ക് ശരിക്കും പ്രൈം ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് ഐഡിയൽസ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ എന്താണ് മാക്സിമൽ ഐഡിയൽ എന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനിൽ മെയിനായിട്ടുള്ള റിസൾട്ട് അതായിരുന്നു, അല്ലെങ്കിൽ ആ പ്രോബ്ലം അതായിരുന്നു, നമ്മളെ മോട്ടിവേഷൻ അതായിരുന്നു. അതായത് ആർ ബൈ എം എപ്പോഴാണ് ഫീൽഡ് ആവുന്നത്, ഒരു വാട്ട് കൈൻഡ് ഓഫ് ഐഡിയൽസ് വെർ ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി, ആ ടൈപ്പ് ഓഫ് ഐഡിയൽസ് നമ്മൾ മാക്സിമം ഐഡിയൽസ് എന്ന് വിളിക്കും അല്ലേ. അതെ, അപ്പം ഒബ്വിയസ്ലി നമുക്ക് നിങ്ങൾക്ക് എന്താണ് ഇൻറ്റഗ്രൽ ഡൊമൈൻ എന്ന് അറിയാം. ഓക്കെ, ഇൻറ്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി വിത്ത് നോ സീറോ ഡിവൈസസ്. അതായത് ഇഫ് യു ടേക്ക് two elements, non-zero elements A and B from your ring, whatever or D, whatever you have denoted for integral domains, with A dot B is equal to 0, or AB is equal to 0. So I will say AB is equal to 0 with AB is equal to 0 will imply that A equal to 0 or B equal to 0. അതായത് എ ബി സീറോ ആവണമെങ്കിൽ, ഇൻറ്റഗ്രൽ ഡൊമൈനിൽ എ ബി സീറോ ആണെങ്കിൽ ഒന്നെങ്കിൽ എ സീറോ ആയിരിക്കണം അല്ലെങ്കിൽ ബി സീറോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ സീറോ ഡിവൈസസ് ഉണ്ടാവില്ല. ഓക്കെ, ദേ വിൽ നോട്ട് ഹാവ് സീറോ ഡിവൈസസ്. ഐ ഹോപ്പ് യു നോ വാട്ട് ഈസ് ഇൻറ്റഗ്രൽ ഡൊമൈൻ. അല്ലെങ്കിൽ സീറോ ഡിവൈസസ് എന്താ? സപ്പോസ് യു ടേക്ക് Z6 plus 6.6, then you can take that 2 into second operation 2.6 എന്താ വരിക? 0 വരും, isn't it? The identity element here in Z6, and 2 is actually, and then you can say 2 and 3 are 0 devices. 2 and 3 are 0 devices. അതുപോലെ നിങ്ങൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, 2ന് പകരം സപ്പോസ് 4 എടുക്കാൻ വെച്ചാൽ 4.63 എടുത്താൽ എന്താ വരിക? 12 വരും. 12 മോഡുലോ 6 എന്ന് പറയുമ്പോൾ 0 ആയിപ്പോവും. അപ്പോൾ എന്താ വരിക? 4ഉം 3യും 0 ഡിവൈസസ് ആണ്. 2, 4, 3 എല്ലാം 0 ഡിവൈസസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇൻറ്റഗ്രൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അതിൽ 0 ഡിവൈസസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫൈനൈറ്റ് ഫീൽഡ്സ് എടുക്കുക, ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇതിൻ്റെ അകത്ത് 0 ഡിവൈസസ് ഉണ്ടാവില്ല. പി പ്രൈം ആക്കി എടുത്ത് ZP എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആയിരിക്കും, 0 ഡിവൈസസ് ഉണ്ടാവില്ല. അപ്പോൾ സെയിം നോഷൻ നമുക്ക് ഫാക്ടർ റിംഗിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് ഒരു ഫാക്ടർ റിംഗ് ആണല്ലോ, ഒരു ഫാക്ടർ റിംഗ് ആർ ബൈ എൻ വിൽ ബി ഇൻറ്റഗ്രൽ ഡൊമൈൻ. സോ സെയിം നോഷനാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈ ഫോം തന്നെ ആയിരുന്നു എ ബി ഈക്വൽ ടു 0 implies either A is 0 or B is 0. See, factoring R by N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് കോസറ്റ്സ് ഓഫ് N ആണ്. അതിലുള്ള ഐഡൻറ്റിറ്റി എലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 plus N ആണ്, അല്ലെങ്കിൽ N തന്നെയാണ്, 0 plus N or N. അതുകൊണ്ടാണ് ഇവിടെ ഈ 0ന് പകരം N എടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി വാട്ട് മീ മീൻസ് ദിസ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഇൻ R by N. രണ്ട് എലിമെൻറ്റ്സ് നിങ്ങൾ എടുക്കുകയാണ്, എയും ബിയും, നോൺ സീറോ എലിമെൻറ്റ്സ് ഇൻ യുവർ ഫാക്ടറിങ്, ദെൻ എ ബി ഈസ് ഈക്വൽ ടു എൻ ഇംപ്ലൈസ് ദാറ്റ് ഒന്നെങ്കിൽ ഇത് 0 ആയിരിക്കണം അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നെങ്കിൽ A plus N ആയിരിക്കണം അല്ലെങ്കിൽ B plus N ആയിരിക്കണം. സോ ഈ സെയിം നോഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. എലിമെൻറ്റ്സ് മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള നൊട്ടേഷൻസും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി എഴുതുന്നത് മാത്രം. ഓക്കെ, സോ എ ഫാക്ടറിങ് വിൽ ബി എൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് A plus N into B plus N is equal to N implies that either A plus N is N or B plus N is N. ഇപ്പോൾ നമുക്കറിയാം ഇസെഡിൻ്റെ എന്ന റിങ്ങിൻ്റെ എല്ലാ ഐഡിയൽസും ഈ ഒരു ഫോമിലായിരിക്കും, NZ ഫോമിലായിരിക്കും. ഓക്കെ,
it will be of the form sum nz. അപ്പം n 0 ആണെങ്കിൽ എന്താ കിട്ടുക നമുക്ക്? n 0 ആണെങ്കിൽ ഒറ്റ എലിമെൻറ്റിലെ സെറ്റ് ഉണ്ടാവുള്ളൂ. അതായത് 0z എന്ന് പറയുന്നത് സിംഗിൾട്ടൺ 0 എന്ന സെറ്റ് ആയിരിക്കും. ഓക്കെ, സിംഗിൾട്ടൺ 0 എന്ന സെറ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു ഐഡിയൽ ആണ്. അപ്പം z ബൈ സിംഗിൾട്ടൺ 0 എന്ന് പറഞ്ഞ ആ റിങ്, ഫാക്ടർ റിങ്, ഓക്കെ, z ബൈ ഇറ്റ്സ് ഐഡിയൽ. ഇറ്റ് ഈസ് ആക്ച്വലി വി നോ ഇറ്റ്സ് ഐസോമോർഫിക് ടു z. അത് ഐസോമോർഫിക് ടു z ആണ്. എന്തായാലും അത് ഐസോമോർഫിക് ടു z നമുക്ക് കിട്ടുക. സോ and which is an integral domain. So which is an integral. So you can see that we have a ring R, okay, with unity, and R by n we are taking, where n is this n. Then we are getting that R by n is actually an integral domain when we took this ideal. Okay, R by n integral domain ആവുന്ന കേസസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞത് മാത്രം. അതുപോലെ നിങ്ങൾ സപ്പോസ് n ഗ്രേറ്റർ ദാൻ 0 എടുക്കാൻ വെച്ചോളൂ. ഇതിൻ്റെ അകത്ത് n ഗ്രേറ്റർ ദാൻ 0 എടുത്താൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2z 3z അങ്ങനത്തെ ഒക്കെ ഐഡിയൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം z ബൈ nz എന്ന് പറഞ്ഞാൽ ഐസോമോർഫിക് ടു zn ആണ്. z ബൈ nz is isomorphic to zn. Okay, ring by the factor ring z by nz is isomorphic to zn. Is an integral domain if and only if n is prime. കാരണം ഇത് നിങ്ങൾക്കറിയാം zn എപ്പോഴും ഇൻ്റഗ്രൽ ഡൊമൈൻ ആവുക. zn ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ അതൊരു n പ്രൈം ആയിരിക്കണം. അല്ലെങ്കിൽ n പ്രൈം ആകുമ്പോൾ zn ഇൻ്റഗ്രൽ ഡൊമൈൻ ആകും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താ പറയാൻ പറ്റുക? അപ്പം n പ്രൈം ആണെങ്കിൽ zn ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്, അല്ലെങ്കിൽ z ബൈ pz ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. അതായത് r ബൈ n ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. വേർ ദിസ്, അതായത് r ബൈ ക്യാപിറ്റൽ n ഉദ്ദേശിച്ചത്. അപ്പം വേർ ദിസ് ക്യാപിറ്റൽ n is your nz, but n should be prime. അതിന് മീനിങ് എന്താ? The non-zero ideals of z for which z by nz is an integral domain are of the form pz, where p is prime. Okay, അപ്പം z-ൻ്റെ ഐഡിയൽസ് ഫോർ വിച്ച് z by nz ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആവും, r by n ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആവണമെങ്കിൽ ഈ കേസിൽ നമ്മുടെ p എല്ലാം ഈ n എല്ലാം പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ചാ പോകണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിലേക്ക് എത്തുന്നു, പിന്നെ ഇതിലേക്ക് എത്തുന്നു. അതൊരു r by n ഫോമിലാണ്. എന്നിട്ട് നമ്മൾ r by n ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ഫോർ സം kind of there are ideals for which we can say that r by n is actually an integral domain. ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെന്ന് കാണിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്, അല്ലേ? ഓക്കെ, സോ now we'll discuss what you mean by prime ideals. നമ്മൾ മാക്സിമൽ ഐഡിയൽ കണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. an ideal m not equal to r is actually an maximal ideal if what is the condition? അതായത് ആ ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആറിന് വേറൊരു പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ എം ആണ് അതിലുള്ള മാക്സിമൽ ഐഡിയൽ. ആ ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു n ഉണ്ടാകാൻ പാടില്ല, വിച്ച് ഇസ് എൻ ഐഡിയൽ ഓഫ് ആർ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ മാക്സിമൽ ഐഡിയൽ. അപ്പം പ്രൈം ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. an ideal n not equal to r, അതുപോലെ നമ്മൾ n ആണ് ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ എമ്മിന് പകരം ഇവിടെ n ആണ് ഉപയോഗിക്കുന്നത്. an ideal n not equal to r in a commutative ring r is a prime ideal if a b n ലുണ്ടെങ്കിൽ, ഓക്കെ, എ ബി എന്നിലുണ്ടെങ്കിൽ either a n ഉണ്ടാവണം or b n ഉണ്ടാവണം for a b belongs to r. ഓക്കെ, എ ബി എന്നിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്ന കാര്യം എയും ബി രണ്ടും നമ്മൾ ആർന്ന് എടുക്കുന്നത്. എ ബി എന്നിലുണ്ടെങ്കിൽ then either a should be n or b should be n. So I'll give an example. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും. ഇഫ് യു ടേക്ക് എനി ഇൻ്റഗ്രൽ ഡൊമൈൻ 0 ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും. ഒരു നോൺ ട്രിവിയൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് യു ടേക്ക് z ക്രോസ് സിംഗിൾട്ടൺ 0. ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രൈം ഐഡിയൽ ഇൻ z ക്രോസ് z ടൈംസ് z. ഈ ഒരു റിങ്ങിൻ്റെ ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും ഇത്. അപ്പോൾ കണ്ടീഷൻ എന്താണ്? എയും ബിയും ആറെന്ന് എടുക്കുക. ഞാൻ എ എടുത്തു, ഇവിടെ പറയുന്നത് എയും ബിയും ആറെന്ന് എടുക്കുക. എന്നിട്ട് എ ബി എന്നിലുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എ എന്നിലുണ്ടാവണമെങ്കിൽ ബി എന്നിലുണ്ടാവണം. ഓക്കെ, അപ്പം ഇത് ഐഡിയലാണ്. ഇറ്റ്സ് എൻ ഐഡിയൽ ദറ്റ് യു ക്യാൻ ചെക്ക്. ഇറ്റ്സ് എൻ ഐഡിയൽ. സോ മോറോവർ ഇറ്റ്സ് ആക്ച്വലി എൻ പ്രൈം ഐഡിയൽ. ഇതൊരു പ്രൈം ഐഡിയൽ. കാരണം നിങ്ങൾ രണ്ട് എലിമെൻറ്റ്സ് നിങ്ങൾ റിങ്ങിൽ നിന്ന് എടുക്കുക. ഒരു എലിമെൻറ്റ്സിൻ്റെ ഫോം എന്താ? ഓർഡർഡ് പേഴ്സ് അങ്ങനെ പറയാം, എ ബി സി ഡി.
ഓക്കെ. ആൻഡ് ഇഫ് യു ടേക്ക് എ ബി ഇൻ ആർ, എ ബി ബിലോങ്സ് ടു എൻ ആണെങ്കിൽ, എ ഇൻറ്റു ബി ബിലോങ്സ് ടു എൻ ആണെങ്കിൽ, സോ ഇവിടെയുള്ള ഓപ്പറേഷൻ ഇതിനൊരു പ്ലസും ഡോട്ടും ഉണ്ടാവുമല്ലോ ഈ റിങ്ങിന്. ഈ ഡോട്ട് ഓപ്പറേഷൻ എ ബി സി ഡി എന്ന് പറയുന്നത് എവിടെയുള്ള എലിമെൻ്റ് ആയിരിക്കും? എ ബി ക്രോസ് സി ഡി. സപ്പോസ് എ ബി സി ഡി എ ബി ഇൻറ്റു സി ഡി സെഡ് ക്രോസ് സിംഗിൾട്ടൺ സീറോയിൽ ഉണ്ടെങ്കിൽ, അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതാണ് നമ്മളെ എൻ. ഓക്കെ. എങ്കിൽ ഐദർ എ ഷുഡ് ബി ഇൻ എൻ ഓർ ബി ഷുഡ് ബി ഇൻ എൻ. അത് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എ ബി സി ഡി ഇൻ സെഡ് ക്രോസ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇതിൻ്റെ ഓപ്പറേഷൻ എന്താ വരിക? എ സി ബി ഡി എന്ന് വരും അല്ലേ? ഇറ്റ് വിൽ ബി ആക്ച്വലി എ സി ബി ഡി എന്ന് വരും. ആൻഡ് ഇറ്റ് ഈസ് എൻ എലിമെൻറ്റ് ഇൻ ഇസെഡ് ടൈംസ് സീറോ എന്ന് പറഞ്ഞാൽ ഇസെഡ് ടൈംസ് സീറോ എലിമെൻസിൻ്റെ ഫോം എന്തായിരിക്കും? സം സ്മോൾ സെഡ് സീറോ, ഈ ഫോമിലേക്ക് ഉണ്ടാവുക. അതിൻ്റെ മീനിങ് ബി ഡി എന്തായിരിക്കും? ബി ഡി സീറോ ആയിരിക്കും. അപ്പോൾ ബി ഡി സീറോ ആണ് എവിടെ? സെഡിൽ അല്ലേ? ബി ഡി സീറോ ഇൻ ഇസെഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്താ അറിയാം? ഒന്നെങ്കിൽ ബി സീറോ ആയിരിക്കും, അല്ലെങ്കിൽ ഡി സീറോ ആയിരിക്കണം അല്ലേ? കാരണം സെഡ് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണല്ലോ. അപ്പം എന്താ പറയുന്നത്? അതായത് ഇഫ് എ ബി ഈസ് ഇൻ എൻ, ദെൻ ഐദർ എ ഈസ് ഇൻ എൻ ഓർ ബി ഈസ് ഇൻ എന്ന് കാണിക്കണം. അപ്പം നമ്മളെ ഇവിടെ നമ്മൾ കാണിച്ചതെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ ഡെഫിനിഷനിൽ പറയുന്ന എയും ബിയും ഇതാണ്. എ ബി ഈസ് ഇൻ എൻ എന്ന് കാണിച്ചാൽ ഐദർ എ ഈസ് ഇൻ എൻ, അതായത് എ ബി ഷുഡ് ബി ഇൻ ഇസെഡ് ടൈംസ് സീറോ ഓർ സി ഡി ഷുഡ് ബി ഇൻ ഇസെഡ് ടൈംസ് സീറോ എന്ന് കാണിക്കണം. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എ ബി ഇൻറ്റു സി ഡി ബിലോങ്സ് ടു സെഡ് ക്രോസ് സീറോ ആണെങ്കിൽ അത് ഈ ഒരു ഫോമിലായിരിക്കും, സെഡ് കമ സീറോ ഫോമിലേക്ക് എലിമെൻറ്റ് ഉണ്ടാവുക. അതായത് ബി ഡി സീറോ ആയിരിക്കും. ആൻഡ് ബി ഡി സീറോ ആണെങ്കിൽ സെഡിൽ ബി ഡി സീറോ ആണെങ്കിൽ ബി സീറോ ആയിരിക്കും, അല്ലെങ്കിൽ ഡി സീറോ ആയിരിക്കും. കാരണം സീറോ ഡിവൈസസ് ഉണ്ടാവില്ല, കാരണം സെഡ് ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണ്. അപ്പം സപ്പോസ് ഇഫ് ബി സീറോ ആണ്, എന്താ വരിക? എ ബി എന്താവും? എ ബി എന്ന് പറഞ്ഞാൽ എ സീറോ ആവും. എ സീറോ അവിടെ ഉണ്ട്, എ സീറോ സെഡ് ക്രോസ് സീറോയിലുണ്ട് എലിമെൻ്റ് ആണ്, ഈ ഫോമിൽ തന്നെ എലിമെൻറ്റ് അല്ലേ? വേറെ സെഡ് ഈക്വൽ ടു എ, ശരിയാണ്. ഇനി അഥവാ അതല്ല ഡി സീറോ എന്ന് വിചാരിക്കാം. ഡി സീറോ ആണെങ്കിൽ എന്ത് സി ഡി എന്താവും? സി സീറോ ആവും. സി സീറോയുടെ എലിമെൻറ്റാണ്, സെഡ് ക്രോസ് സീറോ എലിമെൻ്റ് ആണ്. സോ ദാറ്റ് മീൻസ് ദാറ്റ് എ ബി ഈസ് ഇൻ എൻ implies that A belongs to N or B belongs to N, that we have proved. That means that this is actually a prime ideal in this ring Z cross Z. Okay, so this is an example for a prime ideal. So with this I state the result actually. ഇതാണ് റിസൾട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, അതായത് എപ്പോഴാണ് നമുക്ക് ആർ ബൈ എൻ ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആവുന്നത്? അതായത് എൻ ഈസ് എ കമ്മ്യൂട്ടേറ്റഡ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എൻ നോട്ട് ഈക്വൽ ടു ആർ be an ideal in R. അങ്ങനെയെങ്കിൽ R by N is an integral domain if and only if N is a prime ideal in R. N ഒരു prime ideal in R ആകുമ്പോൾ മാത്രമേ R by N integral domain ആവുള്ളൂ. അതുപോലെ R by N integral domain ആണെങ്കിൽ N ഒരു prime ideal in R ആയിരിക്കും. ഓക്കെ, സോ അതിൻ്റെ പ്രൂഫ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ദ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൈം ഐഡിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കിട്ടിയ നല്ലൊരു അവസരം കൂടിയായിരുന്നു ഇത്, ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ചോദ്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഒരു കാര്യം പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഇത്രയും റിസൾട്ട് പഠിച്ചപ്പോൾ നമുക്ക് വരേണ്ട ഒരു ഇംപ്ലിക്കേഷൻ എന്താ വെച്ചാൽ, എവറി മാക്സിമൽ ഐഡിയൽ ഇൻ എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഈസ് എ പ്രൈം ഐഡിയൽ. അതായത് ഏത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് മാക്സിമൽ ഐഡിയലും പ്രൈം ഐഡിയൽ ആയിരിക്കും. അതിന് കാരണം എന്താ? നമ്മൾ ഇന്നലെ പഠിച്ച റിസൾട്ടിൽ പറയുന്നുണ്ട്, ഇഫ് എം ഈസ് എ മാക്സിമൽ ഐഡിയൽ ഇൻ ആർ ദെൻ ആർ ബൈ എം ഇസ് എ ഫീൽഡ് അല്ലേ? എം മാക്സിമം ഐഡിയൽ ഇൻ ആർ ആണെങ്കിൽ ആർ ബൈ എം ഫീൽഡാണ്. അപ്പോൾ ആർ ബൈ എം ഫീൽഡാണ് എന്താണ്? ആർ ബൈ എം ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാ ഫീൽഡുകളും ഇൻ്റഗ്രൽ ഡൊമെയിൻസ് ആണ്. പക്ഷെ തിരിച്ച് എപ്പോഴും ആയിക്കോണമെന്നില്ല അല്ലേ? സോ ഇപ്പോൾ ആർ ബൈ എം ഫീൽഡ് ആയതിനെക്കൊണ്ട് ആർ ബൈ എം ഒരു ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണ്. സോ ആർ ബൈ എം ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെങ്കിൽ എന്ത് കിട്ടി നമുക്ക്? എൻ എന്തായി? എൻ ഈസ് എ പ്രൈം ഐഡിയൽ ഇൻ ആർ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ എൻ അല്ല, ഇവിടെ നമ്മൾ എം ആ എടുത്തിരിക്കുന്നത്. അപ്പം ആർ ബൈ എം ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണെങ്കിൽ ഈ എം ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും. യൂസിങ് ദിസ് റിസൾട്ട്, ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് എം ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എന്താണ്? എം ഒരു മാക്സിമൽ ഐഡിയൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് വി ഹാവ് ഷോൺ ദറ്റ് എം ഈസ് എ പ്രൈം ഐഡിയൽ. സോ എവറി മാക്സിമൽ ഐഡിയൽ ഇൻ എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആർ വിത്ത് യൂണിറ്റി ഈസ് എ പ്രൈം ഐഡിയൽ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഒന്ന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. അതായത് an ideal M of R is maximal if and only if R by M is a field,
An ideal n of R is prime, okay, prime ideal if and only if R by M is an integral domain and every maximal ideal is a prime ideal. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ടേക്ക് അവേസ് ഇതൊക്കെയാണ്, അത് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എന്താ പറയുക, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. എന്താ വെച്ചാൽ ഒരു ഫാക്റ്റാണ്, അതായത് എവറി ഫീൽഡ് കണ്ടെയ്ൻസ്, നിങ്ങൾ ഏത് ഫീൽഡ് എടുത്താലും അതിനൊരു സബ് ഫീൽഡ് ഉണ്ടാവും വിച്ച് ഇസ് ഐസോമോർഫിക് ടു ZP വെർ P is പ്രൈം, അല്ലെങ്കിൽ ഒരു സബ് ഫീൽഡ് ഉണ്ടാവും വിച്ച് ഇസ് ഐസോമോർഫിക് ടു Q. ഇതിൽ ഏതൊന്നായിരിക്കും എപ്പോഴും സംഭവിക്കാം. അതായത് ഏത് ഫീൽഡ് എടുത്താലും ഒന്നെങ്കിൽ ഒരു സബ് ഫീൽഡ് ഉണ്ടാവും, ഇറ്റ് വിൽ ബി ഐസോമോർഫിക് ടു ZP വെർ P is പ്രൈം, അല്ലെങ്കിൽ അതിനൊരു സബ് ഫീൽഡ് ഉണ്ടാവും വിച്ച് ഇസ് ഐസോമോർഫിക് ടു Q. Q is set of rationals. ആ ഫീൽഡിന് ഐസോമോർഫിക് ആയിട്ടൊരു സബ് ഫീൽഡ് ഉണ്ടാവും നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മൾ അടുത്ത എയിം. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എയിമാണ്, അല്ലെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് ആൻസർ ചെയ്യാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പേ ഒന്ന് പറയാനുണ്ട്, അതിന് ശേഷം നമുക്ക് ഈ റിസൾട്ടിലേക്ക് വരാം. അപ്പോൾ എന്താണ് പ്രൈം ഫീൽഡ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നോക്കാം. സോ വാട്ട് യു മീൻ ബൈ എ പ്രൈം ഫീൽഡ്? അപ്പോൾ നിങ്ങൾ അടുത്ത എയിം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഇതാണ്, നമ്മൾക്ക് ഇതാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ അറിയണം. അതിന് നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മീൻസ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദീസ് തിങ്സ്. അപ്പോൾ എന്താണ് പ്രൈം ഫീൽഡ്? ലെറ്റ് R be a ring with unity 1. ഓക്കെ, ദെൻ പ്രൈം ഫീൽഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, ഇൻ ദാറ്റ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് some observations first. അതായത് ലെറ്റ് R be a ring with unity 1, then n dot 1. ഓക്കെ, ഈ ഡോട്ട് നമ്മളെ ആറിലുള്ള ഡോട്ടല്ല. ഓക്കെ, അത് മനസ്സിൽ വയ്ക്കുക. n dot 1 എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, 1 + 1 + 1 + 1 എക്സെട്ര n ടൈംസ്. ഇപ്പോൾ സം n > 0 ഞാൻ ചെയ്യുകയാണെങ്കിൽ ഈ ആറിൽ ഒരു പ്ലസ് ഉണ്ട്, ഓക്കെ, ഒരു ഡോട്ടും ഉണ്ട്. അപ്പം ആറിലെ എലിമെൻ്റ് ആണ്, സപ്പോസ് ആറിലെ എലിമെൻ്റ് ആണ് 1. ഓക്കെ, യൂണിറ്റി ആണ് 1. അപ്പം നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് 1 ആയിട്ടാണ് യൂണിറ്റീനെ. അപ്പം 1 + 1 + 1 എക്സെട്ര + 1 എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് n dot 1 ആണ്. സൂക്ഷിക്കുന്ന മനസ്സിലാക്കുന്ന ഈ ഡോട്ട് അല്ല കേട്ടോ, അങ്ങനെ കൺസിഡർ ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു നൊട്ടേഷനായി കൺസിഡർ ചെയ്യാം. ഈ 1 + 1 എക്സെട്ര + 1 നമ്മളിങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ വെൻ n × 1 is equal to this. ഇതാണ് n × 1, അല്ല സോറി n dot 1 എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് n times 1 + 1 + എക്സെട്ര 1 when n is greater than 0. when n is equal to 0, n times n dot 1 is actually 0 ആയിരിക്കും. n less than 0 ആണെങ്കിൽ n dot 1 എന്ന് പറയുന്നത് -1 + -1 എക്സെട്ര + -1 modulus of n times. അതാണ് n dot 1. ഓക്കെ, സോ നിങ്ങൾക്കത് ഈ നൊട്ടേഷൻ പണ്ട് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ n dot a, അത് ക്യാരക്ടറിസ്റ്റിക് ഒക്കെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. n dot a എന്ന് പറയുന്നത് a + a + എക്സെട്ര + a n ടൈംസ്. നിങ്ങൾ റിംഗിലെ എലിമെൻറ്റ് a എടുത്തിട്ട് n dot a എന്ന് ഉദ്ദേശിക്കുന്നത് a + എക്സെട്ര + a n ടൈംസ്. ഓക്കെ, ദാറ്റ് സെയിം നൊട്ടേഷൻ, ആ സെയിം നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ കണ്ട നൊട്ടേഷൻ ആയിരിക്കണം ഇത് ലാസ്റ്റ് സെമിസ്റ്ററിൽ. അപ്പം ഒരു റിസൾട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ, if R is a ring with unity, then the mapping phi from Z to R given by phi of n is equal to n dot 1 for n belong to Z is a homomorphism of Z into R. ഓക്കെ, അതായത് R റിംഗ് വിത്ത് യൂണിറ്റി 1 ആണ്, ഒരു മാപ്പിംഗ് phi from Z to R നമ്മൾ എടുക്കുകയാണ്, given by phi of n എന്ന് പറയുന്നത് n dot 1 for n belongs to Z. n നിങ്ങൾ Z എന്ന് എടുക്കുകയാണെങ്കിൽ phi of n ഇമേജ് എന്ന് പറഞ്ഞാൽ n പ്രാവശ്യം 1 ആഡ് ചെയ്യുക മീൻസ് ആ പ്ലസ് ഓപ്പറേഷൻ 1 + 1 + എക്സെട്ര + 1. Okay, so the claim is that this is a homomorphism of Z into R. ഇതൊരു ഹോമോമോർഫിസം ആണ് ഫ്രം Z into R. So obviously ഹോമോമോർഫിസം എന്ത് കാണിക്കുക, നിങ്ങൾ phi from R to R' എടുത്തിട്ട് ഹോമോമോർഫിസം അങ്ങനെ കാണിക്കുക. അതെ, phi of A plus B, phi of A plus phi of B എന്ന് കാണിക്കുക. അതുപോലെ phi of AB നിങ്ങൾക്ക് phi of A into phi of B എന്ന് കാണിക്കുക. സോ phi of a plus b അല്ലെങ്കിൽ phi of n plus m എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് n plus m dot 1. ഈ n plus m dot 1 എന്ന് വേറെ ഒന്നല്ല, n dot 1 plus m dot 1 ആണ്. ഓക്കെ, n dot 1 plus m dot 1 ആണ്.
കാരണം m plus 1 n plus m dot 1 can be written as what? അതായത് 1 plus 1 plus 1 plus 1 എത്ര ടൈംസ് n plus m ടൈംസ്. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാവും 1 plus 1 plus 1 എക്സെട്ര 1, ഇത് n ടൈംസ് ആയി, n ടൈംസ് ആയി, പ്ലസ് 1 plus 1 plus എക്സെട്ര 1 m ടൈംസ്, n ടൈംസും m ടൈംസും. സോ മൊത്തം n plus m ടൈംസ്, മൊത്തം n plus m ടൈംസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? n dot 1 plus m dot 1 എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് ആക്ച്വലി 5 of n plus 5 of m. സോ ഓൾസോ n dot 1, അതായത് ഇനി നമുക്ക് കാണിക്കേണ്ടത് 5 of n into 5 of m ആണ്, 5 of n എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഇൻ ആർ ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? 1 plus 1 plus എക്സ്ട്രാ പ്ലസ് 1 into 1 plus 1 plus എക്സ്ട്രാ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 plus 1 plus എക്സ്ട്രാ equal to plus 1 ആയിരിക്കും. വേർ this is n times, this is m times, and this will be nm times. We just use the distributive laws in R. Okay, അപ്പം ഇവിടെ അതായത് ആറിൽ നോക്കുകയാണെങ്കിൽ n dot 1 into m dot 1 എന്ന് പറഞ്ഞാൽ nm dot 1 ആയിരിക്കും ഫോർ nm greater than 0. സിമിലർലി നിങ്ങൾ ഇസെഡിൽ എടുക്കുകയാണെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് പറയാം n dot m into m dot 1 is equal to nm dot 1 എന്ന് പറയാൻ പറ്റും. സോ ദസ് what we get is ഡയറക്റ്റ് സിമ്പിൾ പ്രൂഫാണ്, ഡയറക്റ്റ് പ്രൂഫാണല്ലോ, ഒന്നും കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. അപ്പോൾ 5 of nm എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ nm dot 1 ആണ്. പക്ഷേ nm dot 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡിൽ n dot 1 into m dot 1, അതായത് 5 of n into 5 of m ആണ്. ഓക്കെ, 5 of n into 5 of m ആണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ മതി. അതെ, ഇത് ഇവിടെ തന്നെ ക്ലിയർ ആവണം. ഇപ്പോൾ നിങ്ങൾ സെഡിൽ നിന്ന് രണ്ട് എലിമെൻറ്റ്സ് n m എടുക്കുക, n dot 1 പ്ലസ് സെഡിൽ നിങ്ങളിപ്പോൾ സപ്പോസ് 2 എടുക്കാമെന്ന് വിചാരിക്കുക, m നിങ്ങൾ 3 എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പം n dot 1 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? 2 times 1 plus 1 ടൈംസ് m dot 1 എന്ന് പറയുമ്പോൾ 3 times 3 dot 1, അതായത് 1 plus 1 plus 1. ഇത് എന്താ വരിക? ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ഉപയോഗിച്ച് എന്താ വരിക? എന്താ വരിക? വിൽ ഗെറ്റ് ആസ് ആക്ച്വലി ഈക്വൽ ടു 1 plus 1 plus 1 plus 1 plus 1 plus 1, 6 ടൈംസ് വരും. നിങ്ങൾ ഓരോന്നും ചെയ്തിട്ട് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കത് 6 times 1 വരും. സോ ഇറ്റ്സ് എക്സാക്ട്ലി nm times 1. സോ ദിസ് ഇസ് ആക്ച്വലി the result. So what we have shown is ഈ ഒരു മാപ്പിംഗ് 5 of n is equal to n dot 1 from z to r എന്ന ഒരു ഹോമോർഫിസം ആയിരിക്കും from z into r. So that we have proved. Now we are going to prove our required result. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് റിസൾട്ട് പ്രൂവ് ചെയ്യാനുണ്ട്. ആ റിസൾട്ട് ഇതാണ്. ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. അത് ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറി നമുക്ക് എഴുതാൻ പറ്റും. അതായത് if r is a ring with unity and characteristic is n which is greater than 1. ഓക്കെ, റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് n ആണ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിംഗ് എന്താണ്? റിംഗ് നിങ്ങൾ ആർ എടുക്കുകയാണെങ്കിൽ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n ഫോർ വിച്ച് n a is equal to 0 for all a in r. അങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ n a എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും n ഡോട്ട് a ആണ്. അതായത് a പ്ലസ് എ പ്ലസ് എ പ്ലസ് എ എക്സെട്ര എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. The smallest integer n for which n dot a is equal to 0 for all a in r. ഉദ്ദേശം ശരിക്കും a plus a plus a plus എക്സെട്ര പ്ലസ് എ അത് 0 ആയിരിക്കണം n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ. ഏത് a എടുത്താലെന്നല്ല, the least n which works for every a, the least positive n which works for every a in r ആണ് characteristic of that particular ring എന്ന് പറയാം. അപ്പം ഇവിടെ പറയുന്നത് വെച്ചാൽ r is a ring with unity and characteristic of n is greater than 1. then R contains a subring isomorphic to Zn. അതിന് ഒരു subring ഉണ്ടാവും isomorphic to Zn. അതുപോലെ if R has characteristic 0, ആറിൻ്റെ characteristic 0 ആണെങ്കിൽ അതിന് subring ഉണ്ടാവും isomorphic to Z. ഓക്കെ, isomorphic to Z. അപ്പം ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ എക്സാക്ട് ആൻസർ അല്ല ഇത്, പക്ഷേ ഇത് ഉപയോഗിച്ചാണ് നമ്മളിനി ആ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത് അടുത്ത തിയറത്തിൽ. അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു വർക്ക് നമുക്ക് ചെയ്യണം, അതാണ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം we define a mapping phi from Z to R as phi of m is equal to m dot 1 for m belongs to Z. Okay, and also we can see from the above theorem that phi is a homomorphism. നിങ്ങൾ phi define ചെയ്യുകയാണെങ്കിൽ ആ phi ഒരു homomorphism ആയിരിക്കും. Okay, and also if you take a
mapping phi from R to R dash, where phi is actually homomorphism, then we know that kernel of f is always an ideal in that particular R, isn't it? Kernel of f എന്നുണ്ടെങ്കിൽ അത് R and R ഡാഷിലേക്കുള്ളൊരു മാപ്പിംഗ് ആണ് phi is a homomorphism, then kernel of phi will be an ideal in R. So in this case kernel of phi will be an ideal in Z. അപ്പോൾ ഞാൻ പറഞ്ഞ റിസൾട്ട് സംശയമുള്ളവർ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പ്രൂഫ് ചെക്ക് ചെയ്യാം. ഓക്കെ, യു ക്യാൻ ട്രൈ ദ പ്രൂഫ് ബൈ യുവർ സെൽഫ്. ഓക്കെ, ഇനി all ideals in Z are of the form is SZ for some S in Z. നമുക്കറിയുന്ന ഫാക്ടറാണ് അത്. ഏത് ഐഡിയൽ നിങ്ങൾ സെഡിൽ എടുത്താലും അതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ എസ് സെഡ് ഫോമിലായിരിക്കും, വേറെ എസ് ഇസ് ആക്ച്വലി എലിമെൻറ്റ് ഇൻ ഇസെഡ്. അപ്പം സപ്പോസ് we can see that if R is actually a ring with which has characteristic n, which n is greater than 0. Okay, n greater than 0 ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു റിംഗ് ആണ് R എങ്കിൽ കേർണൽ ഓഫ് ഫൈ, അത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത മാപ്പിംഗ് ഫൈ എന്ന മാപ്പിങ്ങിന് കേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ സെഡ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അതായത് എൻ സെഡിലെ എലിമെൻറ്റ്സ് ആയിരിക്കും. കാരണം നിങ്ങൾ നോക്കൂ, ഫൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെ ഡിഫൈൻ ചെയ്തത് നമ്മൾ എൻ ഡോട്ട് 1 ആണ്. പക്ഷേ 1+1+1 എൻ ടൈംസ് ചെയ്താൽ എന്താണ്? കാരണം ക്യാരക്ടറിസ്റ്റിക് എൻ ആണെങ്കിൽ ഒരു എലിമെൻറ്റ് നമ്മൾ ആ റിംഗിൽ നിന്ന് എടുത്തിട്ട് നമ്മളതിൻ്റെ എൻ ടൈംസ് 1 ആഡ് ചെയ്ത് എന്താ നമുക്ക് കിട്ടുക? 0 ആയിപ്പോവും. കാരണം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എൻ ആണല്ലോ. അപ്പോൾ അതിൽ ഗ്രൂപ്പിൽ ഏത് എലിമെൻറ്റ് എടുത്താൽ അതിനെ നമ്മൾ എൻ ടൈംസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് 0 ആയിപ്പോവും. അപ്പോൾ നിങ്ങൾ 2n എടുത്താൽ നോക്കും, 2n എടുത്ത് എന്താ വരിക? 2n എൻ്റെ ഇമേജ് എന്താ വരിക? 2n.1 വരും. അതായത് 1+1+1+extra 2n ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനൊക്കെ 2 പ്രാവശ്യം n ടൈംസ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ എഴുതാം. അപ്പോൾ ഇത് രണ്ടും 0 ആണ്. അപ്പം മൊത്തം 0 കിട്ടും. അപ്പം നിങ്ങൾ എൻ സെഡിൽ ഏത് എലിമെൻറ്റ് എടുത്താലും അതിൻ്റെ ഇമേജ് പറഞ്ഞെങ്കിൽ 0 ആണ്. അതിന് ദാറ്റ് മീൻസ് ദാറ്റ് കേർണൽ ഓഫ് ഫൈ ഈസ് ആക്ച്വലി എൻ സെഡ്. ഓക്കെ, കേർണൽ ഓഫ് ഫൈ ഈസ് ആക്ച്വലി എൻ സെഡ്. അപ്പം and we know that it's actually an ideal, so it's a homomorphism and it's a kernel of that particular homomorphism. So nz is an ideal. Nz is an ideal in nz is an ideal. So then now what we are going to use is this result. This result നിങ്ങൾ കഴിഞ്ഞ സെമ്മ കണ്ട റിസൾട്ട് ആണ്. അതായത് if phi is a homomorphism of a ring R into R dash, വലിയ റിസൾട്ട് അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ എടുത്തുള്ളൂ. ആർ എന്ന് ആർ ഡാഷിലേക്ക് ഒരു ഹോമോർഫിസം റിംഗ് ഹോമോർഫിസം ഫൈവ് എങ്കിൽ എസ് സബ് റിംഗ് ഓഫ് ആർ ആണെങ്കിൽ ഫൈവ് ഓഫ് എസ് സബ് റിംഗ് ഓഫ് ആർ ഡാഷ് ആയിരിക്കും. എസ് സബ് റിംഗ് ഓഫ് ആർ ആണെങ്കിൽ ഫൈവ് ഓഫ് എസ് സബ് റിംഗ് ഓഫ് ആർ ഡാഷ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫർദർ പോകുന്നു. So now what we can say is that we have our mapping phi from Z to R defined by phi of m is m dot 1, അതായത് 1+1+1 m times. So we know that, so you can see phi is a mapping from one ring to another ring, and this Z is itself a subring of, is a subring of itself. Z is a subring of Z itself. അങ്ങനെയെങ്കിൽ phi of Z will be a subring of R using same last result. ഇപ്പോൾ ഞാൻ പറഞ്ഞ റിസൾട്ട് ഉപയോഗിച്ച് അങ്ങനെ പറയാൻ പറ്റും. phi of Z is a subring of R എന്ന് പറയും. And we also know that by our fundamental homomorphism theorem, which we have been using a lot, എന്താ പറയാൻ പറ്റുക നമുക്ക്? Z by kernel of phi is actually isomorphic to phi of Z. Okay, പക്ഷേ ഇവിടെ കേർണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ മാപ്പിങ്ങിൻ്റെ കേർണൽ ഓഫ് ഫൈ എന്ന് പറഞ്ഞെങ്കിൽ എൻ സെഡ് ആണ്. അപ്പോൾ ഇസെഡ് ബൈ എൻ സെഡ് ആണ്. ഇസെഡ് ബൈ എൻ സെഡ് ഇസ് ഐസോമോർഫിക് ടു ഫൈ ഓഫ് സെഡ്, or and this is isomorphic to Zn, so Zn is isomorphic to phi of Z. That means this is an subring of R. Okay, it's a subring of R. So we have obtained a subring of R which is isomorphic to Zn as required. നമ്മളെ ഇതിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റിങ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ we have shown that there exists a subring of R which is isomorphic to Zn. Okay, so that was our required proof first. അടുത്ത നമുക്ക് കാണിക്കേണ്ടത് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ 0 ആണെങ്കിൽ ഒരു സബ്റിങ് ഉണ്ടാവും which is isomorphic to Z എന്ന് കാണിക്കേണ്ടത്. സെയിം ടെക്നിക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ 0 ആണെന്ന് മീനിങ് എന്താ? m.1 ഒരിക്കലും 0 ആവുന്നില്ല ഫോർ ഓൾ m നോട്ട് ഈക്വൽ ടു 0. ഏത് m നോട്ട് ഈക്വൽ 0 എടുത്താലും m.1 ഒരിക്കലും 0 ആവുന്നില്ല.
അല്ലേ? അത് ഏത് എലിമെൻ്റ് എടുത്താലും നമുക്കൊരു ഫൈനൈറ്റ് പോസിറ്റീവ് നമ്പർ കിട്ടുന്നില്ല, ഫോർ വിച്ച് എൻ ഡോട്ട് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആണ് എടുക്കുക, അല്ലേ? സോ ഈ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർ ഇസ് 0, ദെൻ എം ഡോട്ട് 1 ഇസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എം നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ കേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾട്ടൺ 0 മാത്രമായിരിക്കും. അത് 0ലേക്ക് മാപ്പ് ചെയ്യുന്ന, ആറിൻ്റെ 0ലേക്ക് മാപ്പ് ചെയ്യുന്ന സെഡിലുള്ള 0 എലിമെൻറ്റ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി മാത്രമായിരിക്കും കേർണൽ ഓഫ് ഫൈയിൽ വരിക. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം ഉപയോഗിച്ചിട്ട് ഇമേജ് ഓഫ് ഇതൊരു സബ് റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമേജ് പറഞ്ഞാൽ അല്ല, ഇതിൻ്റെ ഇമേജ് അല്ല. സോ ഫൈ ഈസ് എ മാപ്പിംഗ് ഫ്രം Z to R. ഇതിൻ്റെ Z to R നമ്മളൊരു ഹോമോമോർഫിസം എടുക്കുകയാണ്. അതിൻ്റെ കേർണൽ സേ വിത്ത് കേർണൽ 0, കാരണം ക്യാരക്ടറിസ്റ്റിക് 0 ആണ്, നമുക്ക് കേർണൽ 0 ആയിട്ടാണ് കിട്ടുന്നത്. നേരത്തെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഗ്രേറ്റർ ദാൻ 0 ആയപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു NZ ആയിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്നത് കേർണൽ എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ 0 ആണ്. സോ ഇറ്റ്സ് എൻ ഐഡിയൽ. സോ ബൈ ഫണ്ടമെൻ്റൽ തിയറം വി ഹാവ് Z by kernel of phi. So Z by the factor ring Z by kernel of phi, that is singleton 0, will be isomorphic to phi of Z using the previous result. Last result വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് isomorphic to Z ആണ് ഓൾറെഡി. ഓക്കെ, is isomorphic to Z. So what we can say is that phi of Z is isomorphic to Z. അതായത് നമുക്ക് ആറിൻ്റെ ഒരു സബ് റിങ് കിട്ടി വിച്ച് ഇസ് isomorphic to Z. അപ്പോൾ അതാണ് നമ്മുടെ ഇത്രയുള്ള നമ്മുടെ പ്രൂഫ്. ഓക്കെ, സോ ദ സ്റ്റേറ്റ്മെൻറ്റ് വാസ് ദാറ്റ് വി നീഡ് ടു ഷോ, നമുക്ക് എന്തായിരുന്നു കാണിക്കേണ്ടത്? നമുക്ക് കാണിക്കേണ്ടത് ഇതായിരുന്നു. അതായത് if R is a ring with unity and characteristic n greater than 1, then R contains a subring isomorphic to Zn, and if R has characteristic 0, then R contains a subring isomorphic to Z. അപ്പം അതാണ് കാണിക്കേണ്ടത്. ഓക്കെ, now we'll go on to the result what I told initially. അതായത് ഒരു ഫീൽഡ് എഫ് എടുക്കുകയാണെങ്കിൽ a field F is either of prime characteristic P and contains a subfield isomorphic to Zp, or characteristic 0 and contains a subfield isomorphic to Q. ഒന്നെങ്കിൽ ആ ഫീൽഡിനൊരു സബ്ഫീൽഡ് ഉണ്ടാവും ഐസോമോർഫിക് ടു ZP, അല്ലെങ്കിൽ അതിനൊരു സബ്ഫീൽഡ് ഉണ്ടാവും വിച്ച് ഇസ് ഐസോമോർഫിക് ടു Q. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് വി ആർ ഗോയിങ് ടു പ്രൂവ് ഫീൽഡ് ആകുമ്പോൾ. ഓക്കെ, when we have a field, so we know that if characteristic of F is not equal to 0, then by the above corollary, തൊട്ടുമുമ്പ് നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് വെച്ച് നമുക്ക് എന്ത് പറയാം? ഫീൽഡ് ഈസ് ആക്ച്വലി എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി, isn't it? With extra conditions also. So if characteristic of F is not equal to 0, then by above corollary we can say that F contains a subring isomorphic to Zn. Zn isomorphic ആയിട്ടൊരു സബ്റിങ് എഫിനുണ്ടാവും. ഓക്കെ, സബ്റിങ് എഫിനുണ്ടാവും. പക്ഷേ നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ പറ്റും, ആ കേസിൽ n എപ്പോഴും ഒരു പ്രൈം നമ്പർ ആയിരിക്കും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, n പ്രൈം നമ്പർ അല്ലെങ്കിൽ ആ ഉള്ള സബ്റിങ്ങിൽ നമുക്ക് എന്തുണ്ടാവും? 0 ഡിവൈസസ് ഉണ്ടാവും. പക്ഷേ ഫീൽഡിൽ 0 ഡിവൈസസ് ഉണ്ടാവില്ലല്ലോ, അല്ലേ? അപ്പം ഈ n ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. ഓക്കെ, പ്രീവിയസ് റിസൾട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഇഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് വിൽ കണ്ടെയ്ൻ എ സബ്റിങ് ഐസോമോർഫിക് ടു Zn എന്നേ പറയുന്നുള്ളൂ. പക്ഷേ Zn പക്ഷേ നമ്മൾ എഫിൻ്റെ ഒരു സബ്റിങ് ആണല്ലോ Zn, അതിൻ്റെ ഒരു സബ്സെറ്റ് ആണല്ലോ. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ, എഫിൽ 0 ഡിവൈസസ് ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫിൽ 0 ഡിവൈസസ് ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം? n ഒരു പ്രൈം നമ്പർ ആയിരിക്കണം എന്ന് പറയാം. ദാറ്റ് മീൻസ് ദാറ്റ് ഇഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് ഇസ് not 0, say some prime P, then F should contain a subring isomorphic to Zp എന്ന് പറയാം. ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഫ് 0 ആണ് എന്താ സംഭവിക്കുക? ക്യാരക്ടറിസ്റ്റിക് എഫ് 0 ആണെങ്കിൽ കഴിഞ്ഞ റിസൾട്ട് വെച്ച് എന്ത് പറയാൻ പറ്റും? എഫ് മസ്റ്റ് കണ്ടെയ്ൻ സബ്റിങ് ഐസോമോർഫിക് ടു Z എന്ന് പറയും. എഫിൽ ഒരു സബ്റിങ് ഉണ്ടാവണം വിച്ച് ഇസ് ഐസോമോർഫിക് ടു Z. Z-നോട് ഐസോമോർഫിക് ആയിട്ടുള്ളൊരു സബ്റിങ് എഫിൽ ഉണ്ടാവണം. നമുക്ക് പ്രീവിയസ് റിസൾട്ടിൽ നിന്ന് കിട്ടും. ഓക്കെ, പക്ഷെ നമുക്ക് കാണിക്കേണ്ട വേറെ കാര്യം കാണിക്കണം. അതായത് നമുക്ക് വി ഷുഡ് ഓൾസോ ഷോ ദാറ്റ് ഇഫ് ക്യാരക്ടറിസ്റ്റിക് 0 ആണെങ്കിൽ കണ്ടെയ്ൻസ് സബ്ഫീൽഡ് ഐസോമോർഫിക് ടു Q എന്ന് കാണിക്കണം. ഇറ്റ് കണ്ടെയ്ൻസ് സബ്ഫീൽഡ് ഐസോമോർഫിക് ടു Q എന്നും കാണിക്കണം. പക്ഷേ നമുക്ക് ഓൾറെഡി 2 റിസൾട്ട്സ് അറിയാം. നമ്മൾ ഈ 2 റിസൾട്ട്സ് കഴിഞ്ഞ സെമ്മിൽ കണ്ടതാണ്. അതായത് എവറി
field L, if you take a field L containing an integral domain contains a field of quotients of D. അപ്പോൾ നിങ്ങളൊരു ഫീൽഡ് D എടുക്കുകയാണ്, containing integral domain D, it will contain a field of quotients of D. And also if you take any two field of quotients of an integral domain D, they are isomorphic. അപ്പോൾ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിക്കാൻ പോകണം. നമ്മളടുത്ത് ഓൾറെഡി നമുക്ക് എന്താ കിട്ടിയത്, ഫീൽഡ് നമ്മളടുത്ത് ഒരു ഫീൽഡ് ഉണ്ട്, എല്ലിന് വരുമ്പോൾ എഫ് ആ ഉപയോഗിച്ചത്. ഇറ്റ് കണ്ടെയ്ൻസ് നമുക്ക് കിട്ടില്ല, ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ കിട്ടിയാൽ നമുക്ക് സെഡ് കിട്ടില്ല ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആയിട്ട്. സോ വി ഗോട്ട് എ സെറ്റ് ഇൻറ്റഗ്രൽ ഡൊമൈൻ കണ്ടെയ്ൻഡ് ഇൻ യുവർ ഫീൽഡ് എഫ്. അങ്ങനെയെങ്കിൽ ഇറ്റ്സ് ബൈ ദിസ് റിസൾട്ട് വാട്ട് വി ക്യാൻ സേ ദാറ്റ് it will contain a field of quotients of D, a unique field of quotients of D. Quotients of D എന്ന് പറഞ്ഞാൽ ഡിയിലുള്ള എലിമെൻസിൻ്റെ എന്താ പറയുക, quotients of D എന്ന് പറഞ്ഞാൽ അതായത് the field of quotients of D യിലെ എലിമെൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, അല്ലെങ്കിൽ എന്താണ് ഫീൽഡ് ഓഫ് quotients of D എന്ന്, an integral domain. നിങ്ങളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമായിരിക്കാം. Already I think you have defined what is field of quotients of D. The elements of the form A by B, where A and B belongs to your D. So ഇവിടെ നോക്കുകയാണെങ്കിൽ such elements, set of all A by B, where A by B belongs to say where all A and B are from your D Z എന്ന് പറഞ്ഞാൽ എന്താ വരിക, Q വരും അല്ലേ, റാഷണൽ നമ്പേഴ്സ് വരും, ഇത് ഇൻറ്റിജേഴ്സ് ആണ്. So A by B form where A and B belongs to integers will help you to fill up your required result here. അതായത് Q ആണ് ആ field of quotients വരും. So using this above results we can say that F contains a field of quotients with a subring, and this field of quotients must be Q. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച റിസൾട്ടുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഈ സെമ്മിലും ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിരിക്കണം, എന്നാലേ നമുക്ക് ഇതിലെന്തെങ്കിലും മനസ്സിലാവുള്ളൂ. ഓക്കെ, മാക്സിമം ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ സ്ലോലി. സോ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള സംഭവം ബാക്കിൽ പോയി ഒന്ന് വായിക്കുക, എന്നിട്ട് തിരിച്ച് വന്നാൽ അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, സോ നെക്സ്റ്റ് പ്ലീസ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് തിങ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. ഇനി നമുക്ക് ഉള്ള ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് we are going to see the ideals in f of x. Okay, how we are going to have ideals in f of x, that's what we are going to see. അപ്പം ഇതിൽ എന്താ പറയാനുള്ളത് വെച്ചാൽ, എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, എഫ് സ്ക്വയർ ബ്രാക്കറ്റ് എക്സ്, എന്താ എഫ് സ്ക്വയർ ബ്രാക്കറ്റ് എക്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ആർ ഓഫ് എക്സ് എന്താ സംഭവം, ആർ ഓഫ് എക്സ് വേറെ ഒന്നുമല്ല, പോളിനോമിയൽ റിംഗ് in the indeterminate x with coefficients in R. നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നവരെ ഇൻഡിറ്റർമിനേറ്റ് എന്ന് വിളിക്കുന്നു എക്സിനെ. അപ്പോൾ അങ്ങനത്തെ ഒരു റിങ്ങിന് നമ്മൾ ആർ ഓഫ് എക്സിന് ഡിനോട്ട് ചെയ്യും. അപ്പം പോളിനോമിയൽ റിംഗ് ഇൻഡിറ്റർമിനേറ്റ് എക്സ് വിത്ത് കോഫിഷ്യൻസ് ഇൻ ആർ, അതിൻ്റെ കോഫിഷ്യൻസ് ആറിലായിരിക്കും, പോളിനോമിയൽസ് ആയിരിക്കും, അതിൻ്റെ കോഫിഷ്യൻസ് എല്ലാം ആറായിരിക്കും, 6 എലിമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇൻ പെർട്ടിക്കുലർ നമ്മുടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എഫ് ഓഫ് എക്സിലായിരിക്കും. ഫോർ എഫ് ഈസ് എ ഫീൽഡ്. ഓക്കെ, ദാറ്റ്സ് വാട്ട് വിൽ ബി ഗോയിങ് ഫർദർ. പക്ഷെ അതിന് മുമ്പേ ഒരു ടൈപ്പ് ഓഫ് ഐഡിയൽസ് കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട്, നോൺ ആസ് ദ പ്രിൻസിപ്പൽ ഐഡിയൽസ്. അപ്പോൾ നമ്മൾ മാക്സിമൽ ഐഡിയൽസ് കണ്ടു, നമ്മൾ പ്രൈം ഐഡിയൽസ് കണ്ടു. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പൽ ഐഡിയൽ എന്താണെന്നാണ്. സോ ഇഫ് ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി and A belongs to R, the ideal of the form set of all RA where R belongs to R. അതായത് A ഫിക്സ് ചെയ്യുക, എന്നിട്ട് you take R to be the elements in R, complete elements in R. You get set of all such elements will form a ideal, and that ideal is known as the principal ideal of, or the principal ideal generated by A, and it's usually denoted by this particular form. ഈ ഫോമിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, ഒരു ലെസ് ദാൻ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സിമ്പിളിൻ്റെ അകത്ത് ഒരു എ ഇടുന്ന പോലെ. ഓക്കെ, ആൻഡ് ഐഡിയൽ എൻ ഓഫ് ആർ ഈസ് പ്രിൻസിപ്പൽ ഐഡിയൽ ഇഫ് എൻ ഈസ് ഈക്വൽ ടു സം
എ ഫോർ സം എ ബിലോങ്. അതായത് ഒരു പ്രിൻസിപ്പൽ ഐഡിയലാണെങ്കിൽ എന്തായാലും അതിൻ്റെ ഫോം എങ്ങനെയായിരിക്കും, അതായത് ഇറ്റ് ഷുഡ് ബി സം ഐഡിയൽ ജനറേറ്റഡ് ബൈ സം എലിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്, ജനറേറ്റഡ് ബൈ എ എന്ന ഇതാണ് ഉദ്ദേശിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ ആർ എ വേർ ആർ ബിലോങ്സ് ടു ആർ. അങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കുന്ന പറ്റുന്ന ഐഡിയൽസാണ് നമ്മൾ പ്രിൻസിപ്പൽ ഐഡിയൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, അപ്പോൾ റിംഗ്, ഇഫ് യു ടേക്ക് എ റിംഗ് ഇസെഡ്, ഓക്കെ, യു നോ ദ ഐഡിയൽസ് ആർ ദ ഫോം എൻ സെഡ്. ഓക്കെ, ഐഡിയൽസ് എല്ലാം എൻ സെഡ് ഫോമിലാണ്. പക്ഷേ ഈ എൻ സെഡ് ഫോമിലുള്ള ഐഡിയൽസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ എൻ. ഓക്കെ, ഇറ്റ് വിൽ ബി ദ പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ, അതായത് ഇഫ് യു ടേക്ക് 2z എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ പ്രിൻസിപ്പൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ ഇസെഡ്, സോറി 2. അപ്പോൾ 2z നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ആക്ച്വലി ഫോർ സംതിങ് ലൈക്ക് മൈനസ്, കുറേ എലിമെൻറ്റ്സ് ഉണ്ട്, -8, -6, -4, -2, 0, 2, 4, 6, 8 അങ്ങനെ പോകുന്ന എലിമെൻറ്റ്സ് ആണ്. ആ എലിമെൻറ്റ്സിൻ്റെ സെറ്റാണ് 2z എന്ന് പറയുന്ന നമ്മുടെ ഐഡിയൽ. അപ്പം ജനറേറ്റഡ് ബൈ 2 ഉദ്ദേശിച്ചത്, ഇഫ് യു ടേക്ക് എനി ആർ ഇൻ ആർ, ഓക്കെ, നിങ്ങൾ ആറിലുള്ള, ഇപ്പം നമ്മൾ റിംഗ് ഇവിടെ സെഡ് ആണ്, അപ്പം ഇത് എഴുതി നോക്കുക, സെറ്റ് ഓഫ് ഓൾ ആർ എ വേർ ആർ ബിലോങ്സ് ടു ആർ. അപ്പോൾ ഇവിടെ സെഡാണ്, അപ്പോൾ സെഡിൽ നിന്ന് ആർ എടുക്കുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു 2 ഫിക്സ് ചെയ്യുക. സപ്പോസ് എ നമ്മൾ 2 ആക്കി എടുക്കുക, അപ്പോൾ 2 ഫിക്സ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ആർ എ 0 ടൈംസ് എ, എന്താ 0 ടൈംസ് എ? 0 ആണ്. അത് 0 ടൈംസ് 2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പം 1 ടൈംസ് 2 എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഇതൊക്കെ ഞാൻ എടുക്കുന്നത് സെറ്റിൽ എലിമെൻറ്റ്സ് ആണ്. 2 ടൈംസ് 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ എലിമെൻറ്റ്സ് എല്ലാം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ -1 ടൈംസ് 2 -2 ആണ്. ഇതിൻ്റെ -2 ടൈംസ് 2 എന്ന് പറയുന്നത് -4 ആണ്. എക്സെട്ര നമുക്ക് ഇതും ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇറ്റ്സ് ബേസിക്കലി നമ്മൾ പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഐഡിയൽ ജനറേറ്റഡ് ബൈ എ പെർട്ടിക്കുലർ എലിമെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, so what we can say that is that any ideal of z is actually of the form nz. ആയതിനെ കൊണ്ട് നമുക്ക് എന്ത് പറയാം? എവറി ഐഡിയൽ ഓഫ് z ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ. കാരണം എല്ലാ nz നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ജനറേറ്റഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ n എഴുതാൻ പറ്റും. അതുകൊണ്ട് ഏത് ഐഡിയൽ നിങ്ങൾ z-ൻ്റെ എടുത്താലും അതെല്ലാം പ്രിൻസിപ്പൽ ഐഡിയൽസ് ആയിരിക്കും. നമുക്കറിയാം ഇസഡിൻ്റെ മാക്സിമൽ ഐഡിയൽസ് ഏതൊക്കെയാണ്? nz where n is prime. സോ പ്രിൻസിപ്പൽ ഐഡിയൽസ് ഏതൊക്കെയാണ്? nz, all nz's. എവറി ഐഡിയൽ ഓഫ് z is actually പ്രിൻസിപ്പൽ ഐഡിയൽ. nzയിലെ എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയൽസ് ആണ്. നമുക്കറിയാം അതും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാക്സിമം ഐഡിയൽസ് എല്ലാം പ്രൈം ഐഡിയൽസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ഓക്കെ, ഇതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം, എല്ലാം കണക്ട് ചെയ്ത് വയ്ക്കുക മനസ്സിൽ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ എ റിസൾട്ട് that if f is a field, then every ideal in f of x is actually a principal ideal. അതായത് f ഒരു ഫീൽഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിലുള്ള എല്ലാ ഐഡിയൽസും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയൽസ് ആയിരിക്കും. അതായത് പ്രിൻസിപ്പൽ ഐഡിയൽസ് ആയിരിക്കും. അതായത് ഇറ്റ് വിൽ ബി ജനറേറ്റഡ് ബൈ സം എലിമെൻറ്റ്, അതായത് ബൈ സം പോളിനോമിയൽ ഇൻ എഫ് എക്സ്. ഓക്കെ, ഇതിലെ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് ആണല്ലോ. അപ്പം ഇറ്റ് വിൽ ബി ജനറേറ്റഡ് ബൈ സം പോളിനോമിയൽ ഇൻ എഫ് എക്സ്. നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. സോ ലെറ്റ് n be an ideal of f of x. ഓക്കെ, n ഐഡിയൽ ഓഫ് എഫ് എക്സ് എടുക്കുകയാണ് നമ്മൾ. ഇഫ് n is singleton 0, n singleton 0 എന്ന ആ ഐഡിയലാണെങ്കിൽ, ട്രിവിയൽ ആയിട്ടുള്ള ഐഡിയലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n is equal to ജനറേറ്റഡ് ബൈ 0 എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി എ പ്രിൻസിപ്പൽ ഐഡിയൽ. ഇനി n നോട്ട് ഈക്വൽ ടു 0 എടുക്കുക നിങ്ങൾ. ഇനി n നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് സംഭവിക്കാം നോക്കാം. സോ n നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, and let g of x be a non-zero element of n of minimal degree. g of x എടുക്കുന്ന നമ്മൾ n-ലുള്ള n ഐഡിയലാണ് എഫ് ഓഫ് എക്സിൻ്റെ, അതിൻ്റെ അകത്ത് നമ്മളൊരു എലിമെൻറ്റ് എടുക്കുകയാണ് g of x, വിച്ച് ഇസ് ആക്ച്വലി ഓഫ് മിനിമൽ ഡിഗ്രി. മിനിമം ഡിഗ്രി ഉള്ള ഒരു എലിമെൻറ്റ് എടുക്കുകയാണ്. അതിൽ രണ്ട് കേസ് പറയാം നമുക്ക്. g of x-ൻ്റെ ഡിഗ്രി 0 ആവുന്നതും ഗ്രേറ്റർ ദാൻ 0 ആവുന്നതും എടുക്കാം. അപ്പോൾ if g of x-ൻ്റെ ഡിഗ്രി 0 ആണെന്ന് വിചാരിക്കാം, if degree of g of x is 0, then we can say is that g of x belongs to f. കാരണം ജി എഫ് എക്സിൻ്റെ ഡിഗ്രി 0 പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആണ്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടാവും, എഫിലുണ്ടാവും, അല്ലേ? എഫിലുണ്ടാവും. ആൻഡ് അതെല്ലാം എന്തായിരിക്കും? യൂണിറ്റ്സ് ആയിരിക്കും. ഇതിന്
എഫിലെ എലിമെൻറ്റ്സ് ആണല്ലോ, അപ്പോൾ അതെല്ലാം യൂണിറ്റ്സ് ആയിരിക്കും. സോ ഇഫ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഇസ് 0, then g of x will be in f and it will be actually a unit. ഓക്കെ, കാരണം ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ റിസൾട്ട്. അതായത് ഇഫ് എഫ് ഇസ് എ ഫീൽഡ്, എഫ് ഓഫ് എക്സ് ബി റിംഗ് ഓഫ് polynomial forms in the indeterminate x over f, then the units of f of x are the elements of f of x whose degree is 0. അപ്പോൾ ഈ റിസൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അവിടെ. അതായത് എഫ് ഓഫ് എക്സിൻ്റെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി 0 ആയിട്ടുള്ള എഫ് ഓഫ് എക്സിലെ എലിമെൻറ്റ്സ് ആയിരിക്കും എഫ് ഓഫ് എക്സിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ള എലിമെൻറ്റ്സ് എഫ് ഓഫ് എക്സിലുള്ള എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 0, അത് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ട് കാണണം എന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ സെമ്മിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു റിസൾട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു റിസൾട്ട്? അതെ, അതായത് if R is a ring with unity and n is an ideal of R containing a unit, then n will be equal to R. അതായത് R ഒരു റിംഗ് വിത്ത് യൂണിറ്റി ആണ്, n ഐഡിയൽ ഓഫ് R ആണ്, കണ്ടെയ്നിങ് യൂണിറ്റ് എലിമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ n ഉം R ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ എന്താ എടുത്തത്, n നോട്ട് ഈക്വൾ ടു 0 ആണ്, അതിലൊരു എലിമെൻറ്റ് ജി എഫ് എക്സ് എടുത്തു, നോൺ സീറോ എലിമെൻറ്റ് ഓഫ് മിനിമം ഡിഗ്രി എടുത്തു, അതൊരു യൂണിറ്റ് ആണെന്ന് കാണിച്ചു. ഓക്കെ, ഒരു ഐഡിയലിൻ്റെ അകത്ത് നമ്മളൊരു യൂണിറ്റ് എലിമെൻറ്റ് ഉണ്ടെന്ന് കാണിച്ചു. അതിന് മീനിങ് എന്താ? ആ ഐഡിയൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഫുൾ ഓഫ് നമ്മളെ റിംഗ് തന്നെ ആയിരിക്കും, എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ജനറേറ്റഡ് ബൈ 1 എന്ന് എഴുതാം. ഓക്കെ, കാരണം കോൺസ്റ്റൻറ്റ് പോളിനോമിയൽസ് ആണല്ലോ, അപ്പം ജനറേറ്റഡ് ബൈ 1 എന്ന് എഴുതാം. സോ ഇറ്റ് വിൽ ബി അഗൈൻ എ പ്രിൻസിപ്പൽ ഐഡിയൽ. സോ ഇഫ് n is not equal to 0, രണ്ട് കേസ് വരുന്നുണ്ട്. ജി എഫ് എക്സിന് ഡിഗ്രി 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? അത് പ്രിൻസിപ്പൽ ഐഡിയൽ ഫോമിലായിരിക്കുന്നത് കിട്ടി. ഇനി ഉള്ള കേസ് പറഞ്ഞാൽ ജി എഫ് എക്സിന് ഡിഗ്രി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ജി എഫ് എക്സിന് ഡിഗ്രി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ ലെറ്റ് us take that g of x degree is greater than 0 and f of x be any element of n. n-ലുള്ള വേറെ എലിമെൻറ്റ് f of x എടുക്കുക. Then by division algorithm in f of x, we can write f of x to be g of x into q of x plus r of x, where r of x is equal to 0 or degree of r of x will be less than degree of g of x. അപ്പോൾ ഇത് നിങ്ങൾ കഴിഞ്ഞ സമയം കണ്ട കാര്യമാണ്. അപ്പം ഇത് ഇത്രേ പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ജി എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആൻഡ് എഫ് ഓഫ് എക്സ് ബി എലിമെൻറ്റ് n എടുക്കുകയാണെങ്കിൽ, then by division algorithm you can say that in capital F of x നിങ്ങൾക്ക് g of x into some q of x plus r of x ഫോം എഴുതാൻ പറ്റും, where unique q of x ഉം r of x ഉം കിട്ടും. യൂണിക് q of x ഉം r of x ഉം കിട്ടും, for which r of x ഒന്നെങ്കിൽ 0 ആയിരിക്കും, ഇല്ലെങ്കിൽ ഡിഗ്രി ഓഫ് r of x ലെസ് ദാൻ ഡിഗ്രി ഓഫ് g of x ആയിരിക്കും. ഓക്കെ, ഡിഗ്രി ഓഫ് r of x ബി ലെസ് ദാൻ ഡിഗ്രി ഓഫ് g of x. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്നിലുള്ള എലിമെൻ്റ് ആണ്. ഓക്കെ, നമ്മളെടുത്ത എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സിൽ എന്നിലെ എലിമെൻ്റ് ആണ്. അതുപോലെ ജി ഓഫ് എക്സും നമ്മൾ എന്നിലെ എലിമെൻ്റ് ആണ്. ഓക്കെ, രണ്ടും ആ ഐഡിയലിൽ എടുത്തിരിക്കുന്ന എലിമെൻറ്റ്സ് ആണ്. എങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നതും ആ ഐഡിയൽ എലിമെൻ്റ് ആയിരിക്കും, കാരണം അത് ഐഡിയൽ ആണല്ലോ. അപ്പോൾ ക്യൂ ഓഫ് എക്സ് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ക്യൂ ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ അറിയാം? ജി എഫ് എക്സ് ക്യൂ എഫ് എക്സ് അവിടെ ഉണ്ടെന്ന് അറിയാം. ജി എഫ് എക്സ് ഓൾറെഡി എന്നിലുണ്ട്. ബൈ ഐഡിയൽ ഡെഫിനേഷൻ എന്താണ്? എ എൻ വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ എൻ ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ. ഇപ്പോഴത്തെ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളെ എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, നിങ്ങളെ എ എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സ് ആണ്. എ എൻ കണ്ടെയ്ൻഡ് ഇൻ ആർ അല്ലെങ്കിൽ എൻ എ കണ്ടെയ്ൻഡ് ഇൻ എൻ. സോ എ എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സ് ആണ്, എന്നിലുള്ള എലിമെൻ്റ് ആണ് ജി. ഓക്കെ, സോ ജി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐഡിയൽ എലിമെൻറ്റ് തന്നെയാണ്. എഫ് ഓഫ് എക്സ് നിങ്ങൾ ഐഡിയൽ എലിമെൻ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ്, കാരണം അത് ഐഡിയൽ ആണെങ്കിൽ അത് എഡിറ്റീവ് സബ് ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ നിങ്ങൾ ആറിൻ്റെ. അപ്പം എഫ് ഓഫ് എക്സ് മൈനസ് ജി എഫ് എക്സ് ക്യൂ എഫ് എക്സ് എന്ന എലിമെൻറ്റും ഇതൊരു എലിമെൻ്റ് ആക്കി എടുക്കുക, ഇത് വേറെ എലിമെൻ്റ് ആക്കി എടുക്കുക. അപ്പം എ പ്ലസ് മൈനസ് ഓഫ് ദാറ്റ് എലിമെൻറ്റ് ആ രീതിയിൽ. അപ്പം അതെന്തായാലും ഇവിടെ ഉണ്ടാവും, അതും എൻ തന്നെ ഉണ്ടാവും. പക്ഷെ അതെന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് ജി എഫ് എക്സ് ക്യൂ എഫ് എക്സ് എന്താണ്? ആർ എഫ് എക്സ് ആണ്. അപ്പോൾ ആർ എഫ് എക്സ് ഇവിടെ ഉണ്ടെന്ന് കിട്ടും, ആർ എഫ് എക്സ് എന്നിൽ ഉണ്ടെന്ന് കിട്ടും. ജസ്റ്റ് ഡെഫിനേഷൻ ഓഫ് നമ്മൾ ഐഡിയൽസായി യൂസ് ചെയ്ത്. ഓക്കെ, so then what we get is
since g of x is a non-zero element of minimal degree n, അതായത് ജി എഫ് എക്സ് എടുക്കുന്ന നോൺ സീറോ എലിമെൻറ്റ് ഓഫ് മിനിമൽ ഡിഗ്രി ആണ് എൻ എടുക്കുന്നത്, അങ്ങനെയെങ്കിൽ എന്ത് പറ്റും, ആർ എഫ് എക്സ് സീറോ ആയി പോകും. സോ ആർ എഫ് എക്സ് സീറോ ആണ് എന്ത് കിട്ടും, അപ്പോൾ ആർ എഫ് എക്സ് സീറോ ആണെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് കിട്ടും, ഇവിടെ എന്താ കിട്ടുക, ആർ എഫ് എക്സ് സീറോ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് ഇസ് ആക്ച്വലി ഓഫ് ദ ഫോം സം ആർ എ അല്ലെങ്കിൽ എ ആർ whatever it is. So എഫ് ഓഫ് എക്സ് ഇസ് ആക്ച്വലി ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് കിട്ടും. അല്ല, ഐഡിയൽ ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ ആർ എ വെയർ എ ബിലോങ്സ് ടു ആർ ഫോമിലായിരിക്കണം. ഓക്കെ, സോ ഹിയർ വി ഹാവ് ദാറ്റ്, ആ ഫോം കിട്ടി. അപ്പോൾ നമുക്ക് എന്തായി, എൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ, സോറി പ്രിൻസിപ്പൽ ഐഡിയൽ ആണ് ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ്. നമുക്ക് നമ്മളെന്ത് കാണിച്ചപ്പം, സോ വി ഹാവ് ഷോൺ ദാറ്റ് ഇഫ് എഫ് ഈസ് എ ഫീൽഡ് എവറി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഇസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ. അതായത് എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ ഏത് ഐഡിയൽ എടുത്താലും അതൊരു പ്രിൻസിപ്പൽ ഐഡിയൽ ആയിരിക്കും നമ്മൾ കാണിച്ചു. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ ഐഡിയൽ ഓഫ് എഫ് എഫ് എക്സ് എടുത്തു, എൻ നമ്മൾ സീറോ ഐഡിയൽ എടുത്തു, പിന്നെ എൻ നോൺ സീറോ ഐഡിയൽ എടുത്തു. എൻ സീറോ ഐഡിയൽ എടുക്കുമ്പോൾ എൻ ഇസ് ജനറേറ്റഡ് ബൈ സിംഗിൾട്ടൺ സീറോ. എൻ നോൺ സീറോ ഐഡിയൽ ആകുമ്പോൾ നമ്മളൊരു ജി എഫ് എക്സ് എലിമെൻറ്റ് എടുത്തു എന്നിൽ, അതിൻ്റെ രണ്ട് കേസ് എടുത്തു, ഡിഗ്രി ഓഫ് ജി എഫ് എക്സ് ഈക്വൽ ടു സീറോ എടുത്തു, ഡിഗ്രി ഓഫ് ജി എഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എടുത്തു. അപ്പോൾ ഡിഗ്രി ഓഫ് ജി എഫ് എക്സ് സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, ജി എഫ് എക്സ് ആക്ച്വലി ബിലോങ്സ് ടു എഫ് ആൻഡ് എ യൂണിറ്റ് എന്ന് കിട്ടി. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ച റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ ഐഡിയൽ എൻ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു സെയിം റിംഗ് എന്ന് കിട്ടും. അപ്പോൾ എൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ആണ്, അപ്പോൾ ജനറേറ്റഡ് ബൈ 1 എന്ന് എഴുതാം. സോ ഇറ്റ്സ് പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് കിട്ടി. പിന്നെ ഡിഗ്രി ഓഫ് ജി എഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമ്മൾ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചു, ആൻഡ് വി ഹാവ് ഷോൺ ദാറ്റ് എഫ് ഓഫ് എക്സ് the unique q of x and r of x exist for which f of x can be written as g of x into q of x plus r of x, where r of x is equal to 0 or degree of r of x is less than degree of g of x എന്ന് കിട്ടും. പിന്നെ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ ആണ്, ജി ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ ആണ്. ബൈ ഡെഫിനിഷൻ ഓഫ് ഐഡിയൽ നമ്മൾ എന്ത് കാണിച്ചു, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു ആർ ഓഫ് എക്സ്, അതും എന്നിലുണ്ടെന്ന് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ സീറോ ആണ്, and least degree minimal degree polynomial in n ആണ്. And also we have the degree of r of x and then less than degree of g of x ആയിരിക്കും. So what we have is r of x should be 0, and thus what we get is f of x is equal to g of x into q of x. ഇവിടെ നമുക്ക് f of x equal to g of x into q of x എന്ന് കിട്ടും. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് g of x ഫോമിലാണ് അതിൻ്റെ എല്ലാ f of x ഉം ഉണ്ടാവുക. എന്നിലുള്ള ഏത് എലിമെൻ്റ് എടുത്താലും, കാരണം f of x നമ്മൾ എടുത്തൊരു ആർബിട്രറി എലിമെൻ്റ് ഇൻ ആർബിട്രറി എലിമെൻ്റ് ഇൻ n എടുത്തത്, അപ്പോൾ ഏത് എന്നിന്ന് ഏത് എഫ് എടുത്താലും അതൊരു മൾട്ടിപ്പിൾ ഓഫ് ജി ഓഫ് എക്സ് ഫോമിലായിരിക്കും. വിത്തിൻ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ആ മൾട്ടിപ്പിൾ എടുക്കുന്ന നമ്മൾ ആർ എടുക്കുന്ന റിംഗ് എന്നാണ്. അതിവിടെ എഴുതിയ പോലെ അത് ക്യൂ ഓഫ് എക്സ് ഇസ് ഫ്രം ആർ ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഫ്രം എൻ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ് എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, എന്നൊരു പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആണെന്ന് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക, ഒന്നുകൂടി ക്ലാസ് കാണുക, അപ്പോൾ കുറച്ചും ക്ലിയർ ആവും. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. അപ്പം ഈ ആഴ്ച നമുക്ക് കുറച്ച് കുറവായിരിക്കും ക്ലാസ്സസ്, അതായത് ലൈവ് ക്ലാസ്സസ്, കാരണം ഈ ആഴ്ച ഏകദേശം നാല് ദിവസത്തോളം തന്നെ നമുക്കെല്ലാം എക്സാം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ എക്സാം തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം പ്രോപ്പറായിട്ട് ചിലപ്പം ലൈവ് ക്ലാസ് ഉണ്ടാവില്ല, അപ്പം മിക്കവാറും റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഇടുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, അത് പറയാം, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. So that's all for today. So thank you so much.